ഒരു വാക്ക് അവരെന്നോട് നേരിട്ട് പറയുകയുണ്ടായി. തിരുമേനി, ഞാൻ ഈ രോഗത്തിൽ നിന്ന് ക്യൂർ പ്രാപിച്ച് എല്ലാം ക്യൂർ ആവുകയാണെങ്കിൽ, അവർക്ക് ദൈവം പൂർണ്ണമായ വിടുതൽ സൗഖ്യം ദൈവം നൽകുകയാണെങ്കിൽ, ട്രീറ്റ്മെന്റിലൂടെ അവർക്ക് പൂർണ്ണമായ ഒരു സൗഖ്യം ലഭിക്കുകയാണെങ്കിൽ, അവർക്ക് ദൈവം കൊടുക്കുന്ന സമയങ്ങളൊക്കെയും അവർക്ക് ദൈവം നൽകിയ സൗഖ്യത്തെ പറ്റി സാക്ഷി പറയുമെന്ന് പറഞ്ഞു. പലരോട് പോയി ഒരു മിഷണറിയായി സാക്ഷി പറയുമെന്ന് പറഞ്ഞു. ഒരുപാട് സ്ഥലങ്ങളിൽ അവർ പോയി. അച്ഛൻ അവിടെ കാത്തിരുന്നോ? അതായത് രേണു നാളെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയിലേക്ക് അങ്ങ് വരാൻ പോകുന്നുണ്ട്. രേണു ഇപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, മാനേജറെ ബന്ധപ്പെടണേ, നമുക്ക് വീണ്ടും ഇതൊക്കെ തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അച്ഛൻ അവിടെ കാത്തിരുന്നോ. പിന്നെ അച്ഛൻ്റെ രാഷ്ട്രീയം, അതുപോലെ തന്നെ കിച്ചുവിൻ്റെ രാഷ്ട്രീയം, ഇതെല്ലാം എല്ലാവർക്കും അറിയാം. അതായത് രേണു പ്രാർത്ഥനാ സംഘത്തിൽ ചേരുന്നതുകൊണ്ട് രേണുവിനോട് കുറച്ച് ഇഷ്ടം തോന്നി. കിച്ചു അതിനോടൊന്നും വരാതുകൊണ്ട് കിച്ചുവിനോട് ഇഷ്ടമില്ല. അത്രയേ ഉള്ളൂ, വരുന്നില്ല ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ. വീഡിയോ കാണേ, ഫുള്ളായിട്ട് കണ്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. നിങ്ങളെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരോട് പോയിട്ട് പറയുക, കേസ് എടുത്തിട്ട് ഉള്ളിലാക്കാൻ പറയുക. അല്ലാതെ എന്ന് പറഞ്ഞ് അവിടെ കേസുണ്ട് ഇവിടെ കേസുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ അച്ഛനെതിരെ തന്നെയാണ്. അച്ഛൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ വളരെ മോശമായൊരു കാര്യമാണ്. ഒരു 10-21 വയസ്സ് പ്രായമുള്ള, അല്ലെങ്കിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ട്രോമയിലൂടെ കടന്നു വന്ന ഒരു പയ്യനെ, അതായത് അവൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ അവൻ പൊറുക്കാൻ കഴിയാത്ത തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, അവൻ്റെ സാഹചര്യം, അവൻ്റെ പ്രശ്നങ്ങൾ എല്ലാം അവൻ്റെ അച്ഛനും മനസ്സിലാക്കിയിട്ടില്ല, അവൻ്റെ അമ്മയും മനസ്സിലാക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ 1.5 വയസ്സുള്ള ഒരു ചെറുക്കനെ ഉപേക്ഷിച്ച് പോകണമെങ്കിൽ ആ സ്ത്രീ എത്രമാത്രം ഭയങ്കരമായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി ആ സ്ത്രീ പോകുന്നുണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞ് ഈ ചെറുക്കനെയും കൊണ്ടല്ലേ പോകേണ്ടത്? അങ്ങനെ പോയിട്ടുമില്ല. അതായത് 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ആൺ ചെറുക്കനെ അതായത് ഈ സുധിയെ ഏൽപ്പിച്ചിട്ടാണ് ആ സ്ത്രീ പോയത്. അപ്പോൾ അങ്ങനെ ആ ചെറുക്കനെ തിരിഞ്ഞു നോക്കാത്ത, അല്ലെങ്കിൽ ആ ചെറുക്കനെ മനസ്സിലാക്കാത്ത ഒരു വലിയ ട്രോമ കൊടുത്ത ഈ അച്ഛനും അമ്മയും ഉണ്ട്. അതിൻ്റെ ഇടയിൽ ബിഷപ്പിനെ പോലെയുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ എന്തെങ്കിലും സമാധാനം കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ആ ചെറുക്കൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പോയിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിക്കുക, ഈ പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിക്കുക, എന്താണ് തെറ്റ് എന്നാരും പറയുന്നില്ല. അതായത് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ്, ആ തെറ്റും കൂടി ഒന്ന് പറഞ്ഞു തരൂ. ആ തെറ്റ് പറയാതെ. ഏതായാലും ബിഷപ്പിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഏകദേശം നമ്മൾ അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത്. അതൊന്നും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ബിഷപ്പിന്റെ ഈ രേണുവിനോടുള്ള ആ ഒരു ഇതിന്റെ കാര്യങ്ങൾ എല്ലാം ബെറ്റർ ആയിട്ട് ക്യൂർ ആയിട്ട് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നദ്ധിയിലോട്ട്, അതായത് ദൈവത്തിന്റെ ഒരു പാത സ്വീകരിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെന്നാണ് രേണുസുതി പറഞ്ഞേക്കുന്നത്. ആ ഒരു വാക്ക് അവരെന്നോട് നേരിട്ട് പറയുകയുണ്ടായി. തിരുമേനി, ഞാൻ ഈ രോഗത്തിൽ നിന്ന് ക്യൂർ പ്രാപിച്ച് എല്ലാം ക്യൂർ ആവുകയാണെങ്കിൽ, അവർക്ക് ദൈവം പൂർണ്ണമായ വിടുതൽ സൗഖ്യം ദൈവം നൽകുകയാണെങ്കിൽ, ട്രീറ്റ്മെന്റിലൂടെ അവർക്ക് പൂർണ്ണമായ ഒരു സൗഖ്യം ലഭിക്കുകയാണെങ്കിൽ, അവർക്ക് ദൈവം കൊടുക്കുന്ന സമയങ്ങളൊക്കെയും അവർക്ക് ദൈവം നൽകിയ സൗഖ്യത്തെ പറ്റി സാക്ഷി പറയുമെന്ന് പറഞ്ഞു. പലരോട് പോയി ഒരു മിഷണറിയായി സാക്ഷി പറയുമെന്ന് പറഞ്ഞു. ഒരുപാട് സ്ഥലങ്ങളിൽ അവർ പോയി എന്റെ രോഗത്തിൽ നിന്നും എനിക്ക് പ്രാർത്ഥനയിലൂടെയും മറ്റു കാര്യങ്ങൾ അനേകം പ്രാർത്ഥനയിലൂടെ എനിക്ക് സൗഖ്യം ലഭിച്ചുവെന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനയിലൂടെ ഉള്ള സൗഖ്യത്തെ പറ്റി അവർ ജീസസിനെ സാക്ഷ്യപ്പെടുത്തുമെന്ന് അവരെന്നോടും പറഞ്ഞു. ഒരു പബ്ലിക്കിനോട് അവരുടെ പ്രൈവറ്റ് ചാനലിലൂടെ അവർ പറയുവാനായിട്ടിടയായിട്ട്, ആ ഒരു വാക്കിന് മുമ്പിൽ എന്നോടൊപ്പമുള്ള നിരവധി പ്രാർത്ഥനാ കൂട്ടായ്മകളിലുള്ളവര്, എന്നെ സ്നേഹിക്കുന്നവരൊക്കെയും പറഞ്ഞു, ബിഷപ്പ് തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ട് രേണുസുതിയെ പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തണം, പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തണം. വേറെ ഒന്നുമല്ല ആഗ്രഹിച്ചത്, പ്രാർത്ഥനയിൽ അവരെ ഈ സമയത്ത് വീണ് കിടക്കുന്ന ഒരു അനുഭവമാണ്. എങ്ങനെ? രോഗത്തിന്റെ അവസ്ഥയിലൂടെ. രേണുസുതി ഒരു വീഡിയോയിൽ സംഭവം മനസ്സിലായല്ലോ. അതായത് അച്ഛൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെ പ്രാർത്ഥനയിൽ ഒരാളെ കിട്ടും. ഇത്രയും നാളും രേണുസുതി പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് തന്നെ സാരം. അതായത് അവർ വേറെ ഏതോ ഒരു മാസ്മരിക ലോകത്തായിരുന്നു. ആ ലോകത്ത് നിൽക്കുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഴ്ചയിൽ മാത്രമാണ് ദൈവത്തെയല്ലോ ഓർക്കുക. ഏതായാലും ആ ഒരു ദേഷ്യം കൊണ്ടാണ് അച്ഛൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ഇപ്പം മനസ്സിലായല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് കിച്ചു സുധീനെ പറ്റിയിട്ട് അച്ഛൻ ഇങ്ങനെ പറയാനുള്ള കാരണം? കിച്ചുവിനെ എങ്ങനെയെങ്കിലും ഇവർക്ക് ആ വീട്ടിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അതായത് എല്ലാവർക്കും കൂടിയിട്ട് ആ വീട് എങ്ങനെയെങ്കിലും ആ ചെറുക്കൻ്റെ കയ്യിൽ നിന്നും എഴുതി മേടിക്കണം. അതിന് വേണ്ടിയിട്ട് നിനക്ക് അവിടെ കേസില്ലടാ, ഇവിടെ കേസില്ലടാ, അല്ലെങ്കിൽ നിനക്ക് എന്താ പറയേണ്ടത്, നിന്റെ കാര്യങ്ങളെല്ലാം എടുത്ത് ഞാൻ വെളിയിലിടും, അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇതൊക്കെ വേണമെങ്കിൽ എടുത്തിടാം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആ ഒരു വീട് എഴുതി മേടിക്കാം. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഏതൊരു മകനും ചോദിക്കുന്നതല്ലേ ആ ചെറുക്കൻ ചോദിച്ചിട്ടു. അതുകൊണ്ട് രേണുവിന് അത്രമാത്രം പൊള്ളാനൊന്നുമില്ല. ഇപ്പൊ രേണു അസുഖബാധിതയാണ്, ശരിയാണ്. പക്ഷേ ആ അസുഖത്തിൻ്റെ അതാണോ രേണു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? രേണു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? എല്ലാവരും പറയുന്ന പോലെ ജീവിക്കാൻ തന്നെയാണ്. ശരിയാണ്, ജീവിക്കാൻ തന്നെയാണ്. പക്ഷേ ഇന്നലെ ചില കോപ്രായങ്ങളൊക്കെ കണ്ടപ്പോഴേ രണ്ട് പറയണമെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്ത് ആദ്യമായിട്ടൊന്നുമല്ല ക്യാൻസർ പേഷ്യൻ്റ്, നമ്മൾ ഒരുപാട് പേരെ കണ്ടതാണ്.
എല്ലാവരും പറയും നിനക്ക് വരട്ടാ എന്നൊക്കെ പറയും. ഒരു കാര്യം ഞാൻ പറയാം, ഒരു മനുഷ്യന്മാർക്ക് പോലും അത് വരാൻ പാടില്ല. പക്ഷേ അതിൽ റിക്കവർ ചെയ്ത് അവർ ഡാൻസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഒരു കാര്യം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു പ്രഹസനമാക്കി കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അച്ഛനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ നല്ല രീതിയിലുള്ള നെഗറ്റീവാണ് പറയുന്നത്. അതായത് 21 വയസ്സ് 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുക്കൻ അവന്റെ അച്ഛനും അമ്മയും നിയന്ത്രിക്കാനില്ലാത്തത് കൊണ്ട് അവൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അച്ഛൻ ഇതുപോലെ ഭീഷണിപ്പെടുത്തുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. അപ്പൊ അച്ഛന്റെ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് ഉണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് കൊല്ലസൂതിയുടെ രാഷ്ട്രീയം, അച്ഛന്റെ രാഷ്ട്രീയം, അതുപോലെ കിച്ചുവിന്റെ രാഷ്ട്രീയം, രേണുവിന്റെ രാഷ്ട്രീയം എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. മനസ്സിലായ? കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെയാണ്. അതായത് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് വേണ്ടത്, അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ്, അച്ഛൻ ഇപ്പോഴും പെട്ടെന്നൊരു പിന്നെ അടുപ്പം വന്നത് എന്ന് പറഞ്ഞാൽ അച്ഛൻ ക്ഷമിച്ച നല്ല കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പുരോഹിതൻ. പക്ഷേ ആ പുരോഹിതൻ ആ ഒരു മാന്യത പിന്നീടുള്ള ആ ഒരു സമ്മേളനത്തിൽ, വാർത്താ സമ്മേളനത്തിൽ പറയാൻ മറന്നുപോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പുരോഹിതൻ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ നന്നാക്കിയിട്ട് അയാളെ നേർവഴിക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ് സകലരും ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു അധ്യാപകനാണെങ്കിലും ഒരു പുരോഹിതനാണെങ്കിലും ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഏത് മനുഷ്യനായാലും ശരി, അവരൊക്കെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മുന്നിൽ ഒരു ചെറുക്കൻ വന്നിട്ട് വളരെ മോശമായ രീതിയിൽ അവൻ പെരുമാറുന്നത്, അവനോട് നമ്മളെന്താ ആദ്യം ഉപദേശിക്കും, മോനെ ഇത് ശരിയല്ല, ഇങ്ങനെയൊന്നും പോകരുത് എന്ന് പറയും. ഇപ്പൊ എനിക്ക് ഈ കിച്ചുവിനെ പറ്റിയിട്ട് അത്ര വലിയൊരു പ്രശ്നക്കാരനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ ചെറുക്കൻ്റെ ഈ എന്താ പറയുക, ആരും പറഞ്ഞു കൊടുക്കാനില്ലാത്ത ഒരു കാലത്ത്, അല്ലെങ്കിൽ പിന്നെന്താ പറയുക എല്ലാവരും അവഗണിക്കുന്ന ഒരു കാലത്ത് ആ ചെറുക്കൻ ഏതെങ്കിലും ഒരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ കുറ്റമല്ല. അതൊരിക്കലും അവനെ നമുക്ക് കുറ്റം പറയാൻ കഴിയുകയില്ല. അതിന് സമൂഹവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ മാതാപിതാക്കളാണ് കാരണം. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കുറ്റമല്ല. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് ഒരാൾ പെരുമാറേണ്ടത്. അല്ലാതെ ഇമാതിരി എന്താ പറയേണ്ടത്, നീ അവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടുകാരിളകും, എന്ത് കൂറ നാട്ടുകാർ, അതാണ് എനിക്കറിയേണ്ടത്. അതിലും വലിയ ആൾക്കാർ റെഡിയില്ലായിരുന്നു. ആ ചെറുക്കൻ അവിടെ കയറും. ഇപ്പോഴെങ്ങനെയെങ്കിലും ആ ചെറുക്കൻ അവിടെ താമസിക്കാൻ വരാതിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നാടകമല്ലേ ഇത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് രേണുസുതിയും അതുപോലെ കിച്ചു എല്ലാം ഒരുപോലെയാണ്. ഞാൻ രണ്ടുപേരെയും നല്ല രീതിയിൽ പറയുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഈ ചെറുക്കനെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മേനെ കാണാൻ പോകാത്തത് വലിയ തെറ്റ് തന്നെയാണ്. കാരണം 500 10 1000 എന്തെങ്കിലും അയച്ചു തന്നത് അവർ മാത്രമേ ഉള്ളൂ. ഇനി നിന്നെ എന്ത് ശിക്ഷിച്ചു കഴിഞ്ഞാലും അവർ മാത്രമേ ഉള്ളൂ കുറച്ച് എന്തെങ്കിലും സ്നേഹം തന്നത്. അതായത് എനിക്കറിയുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. ആ പുള്ളിക്കാരൻ്റെ 1.5 വയസ്സിൽ അയാളുടെ അമ്മയെ നഷ്ടപ്പെട്ടതാണ്. പിന്നീട് അച്ഛൻ 2ാമത് കല്യാണം കഴിക്കുന്നത്. അതിലെന്ന് പറഞ്ഞ ഒരുപാട് മക്കളുണ്ടായപ്പോഴേ ഈ മകനെ അവർക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ എന്നാലും അയാൾക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന്. അപ്പൊ അയാൾ പറഞ്ഞ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, 1.5 വയസ്സിലാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. ആ 1.5 വയസ്സ് മുതൽ എന്നെ ഓർമ്മ വെക്കുന്നവരെ വളർത്തിയത്. ഓർമ്മ വെച്ചതിന് ശേഷമാണ് ഇവർക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞത്. പക്ഷെ അതുവരെ എന്തെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇവരാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ 2ാം അമ്മ എന്ന് പറയുന്ന സ്ഥാനമല്ല അവർ എനിക്ക് തന്നിട്ടില്ലെങ്കിലും ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് എന്നുള്ള ഒരു വലിയൊരു സന്ദേശമാണ് അങ്ങേര് നൽകുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ചെറുക്കൻ ഇനി കാണാൻ പോകണം തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പൊ നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വീട് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും വേണം. അതായത് ആദ്യം ഫ്ലാറ്റ് എടുക്കും, അല്ലെങ്കിൽ ബിൽഡിംഗ് എടുക്കും, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ രേണുവിന് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ദൈവത്തെ മറന്നിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല ഒരിക്കലും. അതായത് അതൊന്നും പ്രാവർത്തികമല്ല. ദൈവത്തെ മറക്കരുത് നമ്മൾ ഒരിക്കലും. ഏതെങ്കിലും വിധത്തിൽ വരും. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ആണ്, ഇപ്പോഴും എന്ന് പറഞ്ഞാൽ വരമ്പത്ത് കൂലി കൊടുക്കുന്ന സമയമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ ചെറുക്കനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല. അതുപോലെ തന്നെ രേണുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് വെച്ചാൽ രേണുവിന് കുറച്ച് പക്വതയും പ്രായമെല്ലാം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ രേണു പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നല്ലേ പറയണം. അതായത് എൻ്റെ എന്താ പറയേണ്ടത്, എൻ്റെ മകൻ്റെ ജ്യേഷ്ഠനായിട്ട് കണ്ടുപോയി, ഋതപ്പൻ്റെ ജ്യേഷ്ഠനാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ഡബിൾ മീനിങ്ങാണ് വരിക. അതായത് ഇവൻ എന്താ അത്രയും വലിയൊരു ഭയങ്കരമായിട്ടുള്ള മറ്റേ എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ഒരു നമുക്കൊരു തോന്നിച്ചു വരത്തില്ലേ? ആ തോന്നിച്ച് ഉണ്ടാക്കുന്ന തരത്തിലല്ലേ ഇവരൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ഒരു ചെറുക്കനെ കണ്ടിട്ടേ അവൻ അത്രത്തോളം ഒരു മോശമാണല്ലോ ഒരു കാര്യം, ഒരു ഇതൊന്നും എനിക്കില്ല. പക്ഷെ ഇവരെല്ലാവരും കൂടിയിട്ട് ആ ചെറുക്കനെ എന്തൊക്കെയോ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ഇവരുടെ ഒരു എന്താ പറയേണ്ടത്, പ്രാർത്ഥനയിൽ നമുക്ക് കൂട്ടണം എന്നുള്ള ആ കൂട്ടായ്മയുടെ ഉദ്ദേശം തന്നെയാണ്, വേറെ ഒന്നുമല്ല. രേണു പ്രാർത്ഥനയിൽ വരുന്ന അച്ഛൻ അവിടെ മോഹിച്ചിരുന്നു, അത്രേ എനിക്ക് പറയാനുള്ളൂ. രേണു അങ്ങ് നാളെ തന്നെ പ്രാർത്ഥനയിൽ വരും. ഇന്നലെ തന്നെ രേണു പറയുന്നുണ്ട് ആ പഴയ ഡാൻസും പാട്ടും എല്ലാവരും വിളിക്കണേന്ന്.
ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടാ. പോന്നില്ല, ഇവിടെയും പോന്നില്ല, പോന്നേ ഇല്ലായിരുന്നു. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്?